ഗൗതം, RSSന്റെ മേധാവി മോഹൻ ഭാഗവത് ഈ കഴിഞ്ഞ ദിവസം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് കാശ്മീരിൽ ഇങ്ങനെ തീവ്രവാദികൾ ടൂറിസ്റ്റുകളെ, ഇത് യാതൊരു ബന്ധവുമില്ലാത്ത അന്യദേശക്കാരായിട്ടുള്ള അവരുടെ അവധി ദിവസം ആഘോഷിക്കാൻ വന്ന സാധാരണക്കാരെയാണ് ആക്രമിച്ചത്. അപ്പോൾ ആ ആക്രമണത്തിൽ കാരണമില്ലാതെ RSS എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് അനാവശ്യമായി സ്ഥാനത്തും അസ്ഥാനത്തും പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഈ ആക്രമണത്തിൽ മരണപ്പെട്ട ടൂറിസ്റ്റുകളെ, ഈ അന്യസ്ഥലങ്ങളിൽ നിന്ന് വന്ന ഇന്ത്യക്കാരായിട്ടുള്ളവരും അല്ലാത്തവരുമുണ്ട്, ഇവരുടെ കൂടെ ഈ വെടിവെച്ച തീവ്രവാദികൾ നിങ്ങൾ ഏത് മതത്തിൻ്റെ ആളാണ് എന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ചത്. പലരോടും കലിമ ചൊല്ലാൻ പറഞ്ഞിട്ടാണ് അവർ വെടിവെക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ടൂറിസ്റ്റ്, ഒരു സാധാരണ ആ വന്ന ഒരു മനുഷ്യനോട് ഈ ടൂറിസ്റ്റുകൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ കലിമ ചൊല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് കലിമ ചൊല്ലാൻ അറിയില്ല, ഞാനൊരു ഈസായിയാണ് എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്കത് ചൊല്ലാൻ അറിയില്ല. പറഞ്ഞു തീരും മുമ്പേ വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇവിടെയാണ് പ്രസക്തമായ മോഹൻ ഭാഗവതിൻ്റെ ചോദ്യം ഉണ്ടാകുന്നത്. ഹിന്ദു ആയതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ജാതിക്കാരനായതുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന ഭീകരൻ, ആ ഭീകരൻ ഇന്ത്യയിലുള്ളവനാണോ അല്ലയോ എന്നുള്ളത് നമുക്കിനി അന്വേഷണത്തിലേ അറിയാൻ പറ്റുള്ളൂ. അവൻ പാക്കുന്ന അവിടെ നിന്ന് ലഷ്കർ തൊയ്ബയുടെ ആളാണോ പട്ടാളക്കാരനാണോ എന്നൊക്കെ നമുക്കിനി അറിയാനേ കഴിയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ പരാമർശത്തിന് വളരെ അർത്ഥമുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്, അതിൽ എന്തൊക്കെയാണ് ഗൗതം മനസ്സിലാക്കിയത്, നമുക്ക് കിട്ടിയ കാര്യങ്ങൾ, നമുക്ക് കിട്ടിയ ആ അറിവ് എന്താണെന്നുള്ളത് പറയാം. RSS മേധാവി മോഹൻ ഭാഗവത് കഴിഞ്ഞ ശനിയാഴ്ച മഹാരാഷ്ട്രയിൽ ഹിന്ദു മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് വളരെ പ്രസക്തമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞത്. ആ വാക്കുകൾ ഇപ്പോൾ സമൂഹത്തിലെ പല ദിക്കുകളിലായിട്ട് ചർച്ചാ വിധേയമാവുകയാണ്. ഒരുപാട് സുഡാപ്പി സുഹൃത്തുക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അനാവശ്യപരമായിട്ടുള്ള ആക്ഷേപങ്ങളും പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മോഹൻ ഭാഗവത് പറഞ്ഞത് ഇന്ത്യയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അഹിംസയാണ്. അഹിംസയിലൂന്നിയാണ് ഇന്ത്യ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. പക്ഷേ ഈ അഹിംസാവാദികളായ ഇന്ത്യക്കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ദുഷ്ടശക്തികളായിട്ടുള്ള ആളുകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനങ്ങാണ്ട് മിണ്ടാണ്ട് വായും പൊളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കൃത്യമായ രീതിയിൽ തക്കതായ രീതിയിലുള്ള പ്രതികരണം നൽകുക തന്നെയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അഹിംസ തന്നെയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. മാത്രമല്ല, ഇന്ത്യക്കാരാരെയും മതം ചോദിച്ചിട്ട് കൊല്ലാറില്ല, ഇന്ത്യക്കാരാരെയും മതം ചോദിച്ച് കൊല്ലാറില്ല, അത് ഞങ്ങളുടെ സ്വഭാവമല്ല എന്നുമാണ് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. സുഡാപ്പി സുഹൃത്തുക്കൾ, സുഡാപ്പി കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ പ്രധാനമായിട്ടും ചോദിക്കുന്നത്, ഹിന്ദുക്കൾ പറയുന്നത് ഹിന്ദുക്കൾ ആരെയും, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഹിന്ദുക്കൾ ആരെയും കൊല്ലില്ല, പക്ഷേ RSS കൊല്ലും എന്നാണ് ഈ സുഡാപ്പി കുഞ്ഞുങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതൊന്നും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപര വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ നടത്തിയിരിക്കുന്നത്. ചോദിക്കാനുള്ളത്, ഈ ഹിന്ദുക്കൾ അല്ലെങ്കിൽ RSSകാർ അന്യരാജ്യങ്ങളിൽ പോയി, സൗദി അറേബ്യയിൽ പോയി, ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ പോയിട്ട് അവിടെ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ UAEയിൽ ഏതെങ്കിലും പ്രദേശത്ത് പോയിട്ട് ഭീകരാക്രമണം, തോക്കുധാരികളായി ബോംബിട്ടിട്ട് ഏതെങ്കിലും ഹോട്ടലുകൾ പൊട്ടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ലണ്ടനിൽ എവിടെയെങ്കിലും പോയിട്ട് വലിയ രീതിയിലുള്ള ഭീകരാക്രമണം ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇത്തരം രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം. പക്ഷേ ചെയ്തിട്ടുണ്ട്. പല ആളുകളും നിരന്തരമായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അൽഖ്വയ്ദ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അൽ-ഷബാബ്, ISIS, താലിബാൻ, ബോക്കോ ഹറാം തുടങ്ങിയ പേര് കേട്ട തീവ്രവാദ സംഘടനകളൊക്കെ അവരെ മുമ്പോട്ട് നയിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഫലത്തിൽ ഈ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ കേമന്മാർ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ട് വരുന്നത്. തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിൽ, തീവ്രവാദ ചിന്താഗതി ആശയവാദത്തിൻ്റെ ഭാഗമായിട്ട് ആശയത്തിൻ്റെ പുറത്ത് പലവർക്കും ഉണ്ടാകും.
പക്ഷെ ആരാണ് ഇവിടെ ഏറ്റവും വലിയ കേമന്മാർ? തീവ്രവാദം, അന്യമനുഷ്യനെ വെറുക്കാനും വെറുത്തില്ലാതാക്കാനും ബോംബിട്ട് നശിപ്പിക്കാനും വെടിയുതിർത്ത് കൊല്ലാനുമുള്ള ആ സോഫ്റ്റ്വെയർ മനുഷ്യ മനസ്സിൽ വിതയ്ക്കുന്നതിൽ ആരാണ് ഏറ്റവും വലിയ കേവന്മാർ എന്നുള്ളത് പരിശോധന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരന്തരമായിട്ട് പാകിസ്ഥാനെതിരെ കനത്ത രീതിയിലുള്ള തിരിച്ചടിക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സിന്ധു നദീജല ആ കരാറ് മരവിപ്പിച്ചു, നദീജല കരാർ മരവിപ്പിച്ചു. അവിടെ ഒരു ജലയുദ്ധം തന്നെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഡാം തുറന്നിട്ട് വെള്ളം വരെ പുറത്തു കൊണ്ടുവന്ന് അത്തരം രീതിയിൽ വരെ ആക്രമിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് നയതന്ത്ര തലത്തിൽ കനത്ത രീതിയിലുള്ള തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അതാ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇനി കളിക്കാൻ വേണ്ടി പോലും പാടില്ല, ക്രിക്കറ്റ് പോലും അന്താരാഷ്ട്ര തലത്തിൽ പോലും കായിക ഇനത്തിൽ പോലും ഇന്ത്യ കളിക്കാൻ പാടില്ല തുടങ്ങിയ നിലപാടുകൾ എടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് തന്നെ നേതാക്കൾ രംഗത്ത് വരികയാണ്. ക്രിക്കറ്റർമാർ തന്നെ ചോദിച്ചു, ഡാനിഷ് കനേറിയ എന്ന് പറയുന്ന ഒരു പഴയ സ്പിന്നർ ഉണ്ട്, ഈ ഡാനിഷ് കനേറിയൊക്കെ ചോദിച്ചു എന്ത് പച്ച പോക്കൃത്തരമാണ് ഈ കാണിച്ചതെന്ന്. ഈ കാശ്മീരിലുണ്ടായ ഈ വെടിവെപ്പിന്റെ തൊട്ടടുത്ത ദിവസം ഒരു സ്പിന്നറാണ്, പഴയ ഒരു ബൗളറാണ്, അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പഴയ സൗരവ് ഗാംഗുലി, ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ഗൗതം പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള കായികമായിട്ടുള്ള ഇടപാടുകളും പാടില്ല എന്ന്. അതിൽ നമ്മൾ അവരാരെയും ഒന്നും പറയുന്നില്ല. കായിക താരങ്ങളൊക്കെ എന്ത് പറയാനാണ്? ആക്രമണത്തിന് ഒരു കാരണമില്ലാതെയുള്ള അപലപനം, അതായത് ഇങ്ങനെ അപലപിക്കുമ്പോൾ ഈ പറയുന്ന RSSനെ വെറുതെ കാര്യം ഒരു മതം പറഞ്ഞ് വെടിവെച്ച് കൊല ചെയ്തു, ശരിയാണ്, അതിന് എന്തെങ്കിലും ഒരു കൗണ്ടർ പറയാൻ വേണ്ടിയിട്ടാണ് ഈ RSSനെ പറയുന്നത്. അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം RSS എന്ന് പറയുന്ന അങ്ങനെ ഒരു പുകപടലം, അങ്ങനെ ഒരു മറ, ഒരു എന്താ പറയാ, അന്തരീക്ഷത്തിൽ ഒരു അവ്യക്തത RSSന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത അത് കാലങ്ങളായിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി എന്താണ് RSSനെ കുറിച്ച് പറഞ്ഞത്? നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള അടുപ്പം മഹാത്മാഗാന്ധിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തോട് RSSന്റെ കാര്യം ഗാന്ധിജിയുമായി നമ്മൾ കൂട്ടിച്ചേർത്ത് പറയണ്ട. അതിൽ പിന്നെ നാഥുറാം വിനായക് ഗോഡ്സെയൊക്കെയാണ് വെടിവെച്ച് കൊന്നത്. നാഥുറാമാണ് വെടിവെച്ച് കൊന്നത്, അയാൾ ഒരു RSSകാരനാണ് എന്ന ഇതിലേക്ക് പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാവും. അതിലേക്ക് പിന്നെ നമ്മുടെ ചർച്ചയുടെ കമന്റ് പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി ഏത് രീതിയിലാണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് പറയാം, കൃത്യമായിട്ട് മനസ്സിലായത്. പല ഘട്ടങ്ങളിൽ ചരിത്രത്തിലെ പല ഘട്ടങ്ങളിൽ RSS ക്യാമ്പ് അടക്കം മഹാത്മാഗാന്ധി സന്ദർശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ വലിയ വർണ്ണനീയമായ വാചാലമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. RSSന്റെ ഡിസിപ്ലിനെ കുറിച്ചിട്ട് അവര് നടത്തുന്ന സിംപ്ലിസിറ്റിയെ പറ്റിയിട്ട്, അതേപോലെ തന്നെ പല തരത്തിലുള്ള അൺടച്ചബിലിറ്റീസിനെയും ഉച്ചനീതത്വങ്ങളെയും എങ്ങനെയാണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനവും അതിൽപ്പെടുന്ന നേതാക്കളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഗാന്ധിജിയെ ആകർഷിച്ചത്. RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഡിസിപ്ലിനും അതോടൊപ്പം തന്നെ സിംപ്ലിസിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നീട് വന്ന ഈ RSS കൊലപാതകവുമായി ഗാന്ധിജിയെ വിധിവെച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് വന്ന പല കമ്മീഷനുകളും അതിൽ RSS എന്ന് പറയുന്ന വ്യക്തികൾക്ക് പങ്കില്ല, ആ പ്രസ്ഥാനത്തിന് പങ്കില്ല എന്നൊക്കെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ വന്ന കമ്മീഷൻ അടക്കം ഈ കാര്യം തള്ളിക്കളഞ്ഞതാണ്. അപ്പൊ അത് വേറൊരു വിഷയമാണ്. അപ്പൊ അതൊക്കെ വെറുതെ ഏതെങ്കിലും രീതിയിൽ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇതിന്റെ ഭാഗമാക്കാൻ ശ്രമങ്ങൾ മാത്രമാണ്. പക്ഷെ മോഹൻ ഭാഗവത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വലിയ വിലയുള്ള വാക്കുകളാണ്. നമ്മൾ ആരെയും ഡിസ്റെസ്പെക്ട്, അതായത് അപമര്യാദയായിട്ട് നമ്മളുടെ അയൽ രാജ്യത്തെയും കാണാറില്ല. പക്ഷേ ദുഷ്ടശക്തികൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രാജാവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പ്രജകളുടെ സംരക്ഷണമാണ്. ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് അഹിംസയാണ്. ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അർജുനനോട് പറയുന്നത് പൊരുതുകയും കൊല്ലാനുമാണ് അർജുനനെ പഠിപ്പിക്കുന്നത്. കാരണം അത് വളരെ പ്രസക്തമാണ്. കാരണം അയാൾക്ക് അതിലൂടെ മനസ്സിലാക്കിപ്പിക്കുന്നു, നിങ്ങളുടെ ശത്രു വികസിക്കണമെങ്കിൽ അത്തരത്തിൽ പെരുമാറേണ്ടി വരും ചിലപ്പോഴൊക്കെ. ഭഗവത്ഗീതയിൽ പറയുന്നതാണെന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്. അതായത് ശത്രുവിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ നന്നാവണമെങ്കിൽ ചിലപ്പം അയാളെ ആക്രമിക്കേണ്ടി വരും, അയാളെ ഇല്ലാതാക്കേണ്ടി വരും. കൃഷ്ണൻ പറയുന്നതാണ്.
മോഹൻ ഭാഗവത് പറയുന്നു രാവണൻ എന്ന് പറയുന്നത് ശിവന്റെ വലിയൊരു ഭക്തനായിരുന്നു. എന്തുകൊണ്ട് രാവണനെ കൊല്ലേണ്ടി വന്നു എന്ന് പറയുന്നതിൽ ശിവഭക്തനായിട്ടുള്ള അതെ എന്തിനാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഒരു നല്ല മനുഷ്യൻ ആകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും രാവണനുണ്ടായിരുന്നു. എന്നാൽ അവൻ സ്വീകരിച്ച ശരീരവും ബുദ്ധിയും നല്ല ഗുണങ്ങളെ അകത്തേക്ക് കടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും. അതിനാൽ അവൻ നല്ലവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ശരീരവും ബുദ്ധിയും അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഏക പോംവഴി. അതിനാൽ ദൈവം അവനെ കൊന്നു. തീർച്ചയായിട്ടും. ആ കൊലപാതകം അക്രമമല്ല, ഇപ്പോഴും അഹിംസയാണ് എന്നാണ് ഇതിൽ. അല്ല, അത് ശരിക്കും അത് വളരെ വലിയൊരു ഉദാഹരണമാണ്. അതായത് ഇത് പറയുമ്പോൾ ഒന്നുകൂടെ പറയേണ്ടി വരും. അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ഈ പറയുന്ന നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അവരെ ആക്രമിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ ആണവ ആയുധങ്ങൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഈ പറയുന്ന ഗൗതം ഇപ്പോൾ ഈ മോഹൻ ഭാഗവത് മഹാഭാരതത്തിലെ കഥ പറഞ്ഞല്ലോ. മഹാഭാരതത്തിലെ ഈ കഥ പറഞ്ഞ പോലെ തന്നെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ഉപയോഗത്തിൽ ഈ പറയുന്ന പിന്നെ അർജുനൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അർജുനനെ നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ സ്ഥാനത്താണ് കാണുന്നത്. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ഈ ദ്രോണരുടെ മകൻ അശ്വത്ഥാത്മാവുണ്ട്. ഈ അശ്വത്ഥാത്മാവ് അവസാനം വരെ യുദ്ധം നയിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രം രണ്ടു കൂട്ടരും ബ്രഹ്മാസ്ത്രം അയക്കാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ ഈ അർജുനനോട് ബ്രഹ്മാസ്ത്രം തിരിച്ചു പിടിക്കുമോ എന്ന് ഗുരുതുല്യരായ ആൾക്കാർ പറയുമ്പോൾ ബ്രഹ്മാസ്ത്രം അർജുനൻ തിരിച്ചു പിടിക്കുന്നുണ്ട്. പക്ഷേ അശ്വത്ഥാത്മാവിന് ആ ബ്രഹ്മാസ്ത്രം തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അശ്വത്ഥാത്മാവിൻ്റെ കയ്യിൽ നിന്ന് ബ്രഹ്മാസ്ത്രം അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഉദാഹരണം ഇങ്ങനെയാണ്. ഇപ്പോൾ അശ്വത്ഥാത്മാവ് എന്നിട്ട് മഹാഭാരതത്തിൽ എങ്ങും എത്താതെ അലഞ്ഞു നടക്കുന്ന ഒരു കഥാപാത്രമായിട്ട്, ആ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുന്ന ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തിൽ. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ആ യുദ്ധത്തിൽ ഇത്തരത്തിൽ, അതായത് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ കാര്യമറിയാതെ ഇന്ത്യക്കെതിരെ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ഗതികിട്ട പ്രേതമായി പോകും. പാകിസ്ഥാൻ്റെ അവസ്ഥ ഗതികിട്ടാത്തൊരവസ്ഥയാവും. അതാണ് അതിലൂടെ നമ്മളോട് ഇത് സംസാരിച്ച ചില വ്യക്തികൾ പറഞ്ഞ ഉദാഹരണമാണ്. കാര്യം മോഹൻ ഭാഗവത് ഈ പറഞ്ഞ ഉദാഹരണം പറഞ്ഞപ്പോൾ മഹാഭാരതത്തിലെ ആ കഥയുമായി ചേർത്ത് പാകിസ്ഥാൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ച ഒരു പ്രമുഖ വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഞാൻ ഇവിടെ അപ്പം ചേട്ടൻ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോഴും ഞാൻ തുടക്കം പറഞ്ഞൊരു കാര്യം അവസാനമായിട്ട് ഒരിക്കൽ കൂടി പറയാണ്. ആരാണ് തീവ്രവാദത്തിൽ കേവന്മാർ? ഇന്ത്യയാണോ പാകിസ്ഥാനാണോ? ലോകം മുഴുവൻ എന്താണ് തീവ്രവാദവും അക്രമ രാഷ്ട്രീയവും മുഴുവൻ വളർത്തുന്നതിൽ ആരാണ്, ഏത് പ്രത്യയശാസ്ത്രമാണ്, ഏത് സോഫ്റ്റ്വെയർ ആണ് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് ഈ പല വിധത്തിലുള്ള ഈ ആക്രമണത്തിൻ്റെ ദുഃഖസൂചകങ്ങളായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പല ആളുകളും സംസാരിക്കാതെ മറച്ചു പിടിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നല്ലവരായിട്ടുള്ള അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം 90% വരുന്ന മുസ്ലിങ്ങളും ഇന്ത്യയിലെ 90% വരുന്ന മുസ്ലിങ്ങളും യഥാർത്ഥത്തിൽ ഈ നടന്ന അക്രമത്തെ കൃത്യമായ രീതിയിൽ എതിർക്കുകയാണ്, അപലപിക്കുകയാണ്. അവർ ഇന്ത്യയുടെ ഒപ്പമാണ്, ഈ സർക്കാരിൻ്റെ ഒപ്പമാണ്. എല്ലാ രീതിയിലുമുള്ള പാകിസ്ഥാനെ ഒവൈസിയുടെ ഒരു പ്രതികരണം വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെക്കാളും അരമണിക്കൂറല്ല 1/2 നൂറ്റാണ്ട് പിന്നിലാണ് പാകിസ്ഥാൻ എന്നാണ്. അപ്പോൾ തീവ്രവാദ ശക്തികളായിട്ടുള്ള പാകിസ്ഥാനെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷവും എന്താണ് എതിർക്കുന്നുണ്ട് എന്നുള്ള കാഴ്ച നമുക്ക് കാണുകയാണ്. പക്ഷേ ആസാമിൽ നിന്നൊക്കെ നമുക്ക് മറ്റ് പല ചിത്രങ്ങളും വരുന്നുണ്ട്. അതായത് ഹിമന്തു ബിശ്വ ശർമ്മയുടെ ഒക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സിന്ദാബാദ് അല്ലെങ്കിൽ ഈ തീവ്രവാദത്തെയൊക്കെ ന്യായീകരിച്ചും വെള്ളപൂശിയൊക്കെ സംസാരിച്ച ആളുകളെയൊക്കെ എടുത്ത് ജയിലിലിടുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകൾ ഇതിന്റെ കൂടെ തന്നെയാണ്. കാശ്മീരികളിൽ ഒട്ടുമിക്ക ആളുകളും ഇന്ത്യയോടൊപ്പമാണ്, നല്ലവരായിട്ടുള്ള. ഇതിൽ പക്ഷേ കശ്മീരികളെ നമ്മൾ ഇതിൽ കുറ്റപ്പെടുത്തുന്നത് കാരണം ഒരാള് ജീവൻ പോലും വെടിഞ്ഞു, ആക്രമിക്കപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നതിൽ ജീവൻ പോലും വെടിഞ്ഞിട്ടാണ് രക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അല്ല, അവർ ഈ പറയുന്ന ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഈ കേന്ദ്രഭരണ പ്രദേശമായതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായില്ല. ഈ ബാക്കിയുള്ള ആൾക്കാരാണ് അവർക്ക് അവരുടെ ജീവിതോപാധി നഷ്ടപ്പെട്ടതിൽ അവർക്കുണ്ടായിരുന്ന സമാധാനം പോയതിലുമാണ് അവരിപ്പോൾ പറയുന്നത്. ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഗൗതം പറഞ്ഞെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മോഹൻ ഭാഗവത് പറഞ്ഞത് വളരെ ശരി തന്നെ ആയിരിക്കാം. ഇന്ത്യ മതം ചോദിച്ചിട്ട് ആരെയും കൊല്ലാറില്ല എന്നതാണ് മോഹൻലാൽ പറഞ്ഞതിൽ അടിസ്ഥാനം. മോഹൻ ഭാഗവത് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇന്ത്യയിൽ ആരും മതം ചോദിച്ച് കൊല്ലാറില്ല. RSS എന്ന് പറയുന്ന സംഘടനയെ ശരിക്കും മനസ്സിലാക്കാതെ
ചുമ്മാ വെറുതെ ഇങ്ങനെ സംസാരിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വെറുതെ ഒരു പുകപടലം സൃഷ്ടിക്കുന്നത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് പറയും? ശരി.